ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ദുബായിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ്. അതായത് പുതിയ ഫിഷ് മാർക്കറ്റിലേക്ക്. ദുബായിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ഇത് കാണാത്ത കുറച്ച് ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നല്ല ഫിഷുകളും അതേപോലെ വെജിറ്റബിൾ, പിന്നെ മീറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസും അടങ്ങിയ ഒരു മാർക്കറ്റാണിത്. ഏറ്റവും ഫേമസ് മാർക്കറ്റാണ് ദുബായ് ഫിഷ് മാർക്കറ്റ്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്നാണ് കറക്റ്റായിട്ട് ഇപ്പോൾ പേര്. അപ്പോൾ നമ്മളതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാം നല്ല ഫ്രഷ് മീനുകൾ ആണുള്ളത്. ഇങ്ങനെ വില പേശി അവർ ഇങ്ങനെ നമ്മളെ വിളിക്കും. മീനുകൾ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ മേടിക്കാൻ പറ്റും നമുക്ക്. കടലിലുള്ള കംപ്ലീറ്റ് ഐറ്റംസും അവരിവിടെ ഈ ടേബിളിൽ നിരത്തിയിട്ടുണ്ട്. ഞണ്ട്, കൊഞ്ച്, പല വെറൈറ്റിയുള്ള മീനുകൾ, അങ്ങനെ എല്ലാം. നമുക്ക് ശരിക്കും നമ്മൾ ഏത് മേടിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ പോകും. നമ്മൾ മീൻ മേടിക്കാൻ എത്തിയതാണ്, എന്നാലും കൺഫ്യൂഷനായി നമ്മൾ ഏതിന് മേടിച്ചിട്ട് പോകും എന്നുള്ളൊരു. എന്നാലും നമുക്ക് നോക്കാം, നല്ല മീനുകൾ നോക്കാം. ഇത് കണ്ടില്ലേ, കല്ലുമ്മക്കായ, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ വെറൈറ്റികൾ, ഒന്നും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ. ലോബ്സ്റ്റർ ഇരിക്കുന്നുണ്ട്. ലോബ്സ്റ്ററിൻ്റെ തന്നെ 2-3 വെറൈറ്റി ലോബ്സ്റ്റർ, അതേപോലെ ഞണ്ട്, പിന്നെ നമുക്ക് പേരറിയാത്ത കുറേ മീനുകൾ. കൊഞ്ചൊക്കെ നല്ല മുഴുത്ത നല്ല സൈസ് കൊഞ്ചുകൾ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മാർക്കറ്റാണിത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മാർക്കറ്റ്. നമ്മളങ്ങനെ കറങ്ങി അവസാനം ഒരു തെരണ്ടി നമുക്ക് കിട്ടി. തെരണ്ടി കഴിച്ചിട്ട് ഒത്തിരി നാളായി. അപ്പോൾ തെരണ്ടിയുടെ ഒരു പീസ്, അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസാണ്. അപ്പോൾ അത് മേടിക്കാനുള്ള പരിപാടിയിലാണ്. ചേട്ടൻ അത് തൂക്കി പാക്ക് ചെയ്ത് നമുക്ക് തന്നു. അയില ഇരിപ്പുണ്ട് ഇവിടെ, നല്ല ഫ്രഷ്. അതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നല്ല ഫ്രഷ് അയിലയാണ്. അതിലേ നമ്മൾ കുറച്ച് മേടിച്ചു. ആ ചേട്ടൻ അപ്പം തന്നെ അത് ഒരു കവറിലാക്കി നമുക്ക് തന്നു. വളരെ വിലയൊന്നുമില്ല, ചെറിയ വിലക്കുറവിൽ, നല്ല വിലക്കുറവിൽ നമുക്ക് ഫിഷ് മേടിക്കാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്രാവ്, അത്യാവശ്യം വലിയൊരു സ്രാവ്. ഒത്തിരി വലുതെന്ന് പറയാനും പറ്റത്തില്ല, എന്നാലും ചെറുതല്ല, നല്ല സൈസുള്ളൊരു സ്രാവിനെ നമ്മൾ മേടിച്ചില്ല തൽക്കാലം. സിലോപ്പി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു പൂമീൻ എന്നാണ് എൻ്റെ പേര്. ചേട്ടനോട് ചോദിച്ചു, പൂമീൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ നല്ല മീനൊക്കെ ഉണ്ട്. ഇതാണ് സാൽമൺ, മിൽക്കി ഫിഷ് എന്നൊക്കെ പറയുന്നത്. സാൽമൺ ഫിഷ്
പീസുകളായിട്ടും വലിയ മീനുകളുടെ പീസുകളായിട്ടൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഫിഷ് ടാങ്കിൽ ജീവനുള്ള മീനുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, ലോബ്സ്റ്ററൊക്കെ. അങ്ങനെ വന്നപ്പോഴാണ് കണ്ടത്, കണ്ടോ ഒരു ഭീമാകാരനായ ഒരു ഞണ്ട്. ഒന്നല്ല, ഒരുപാടുണ്ട്. ഇതെല്ലാം ജീവനുള്ളതാണ്. അവരിങ്ങനെ ഇട്ടേക്ക്. ഇത് എങ്ങനെ സെയിലിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ വയ്യ, കണ്ടിട്ട് മനസ്സിലായില്ല. അതേപോലെ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഉണ്ട്. അലങ്കാര മത്സ്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻ അവരുടെ ഇതിലുണ്ട്. നമുക്കിവിടുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പച്ചക്കറി അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്ന ഒരു വലിയ മാർക്കറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് വന്നേക്കുന്നത്. കുറച്ച് പച്ചക്കറി മേടിക്കണം, ഫ്രൂട്ട്സ് കുറച്ച് മേടിക്കണം, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പച്ചക്കറി, ഫ്രൂട്ട്സ് അതേപോലെ എല്ലാ ഐറ്റംസും ഉള്ളൊരു മാർക്കറ്റാണിത്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങ് ഫുള്ളായിട്ട് നടന്നിട്ടൊന്ന് കാണാം. ദുബായിലിപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ സീസണാണ്, ചൂടല്ലേ. അപ്പോൾ അത് നല്ല പച്ചയും അതേപോലെ അതിന് പ്രോസസ്സ് കഴിഞ്ഞായിട്ടുള്ള ഈത്തപ്പഴങ്ങൾ ഒരു വലിയ കൗണ്ടർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞങ്ങൾ വിലയൊക്കെ ചോദിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാണ്.
അപ്പോൾ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, തിരിച്ചിറങ്ങി പാർക്കിങ്ങിലാണുള്ളത്. ബേസ്മെൻറ്റ് പാർക്കിംഗ് ആണിത്. വളരെ വലിയ ഒരു പാർക്കിംഗ് ആണ്. ഒത്തിരി അത്യാവശ്യം വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ പാർക്കിംഗ്. നമ്മളിനി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദേറ ഫിഷ് മാർക്കറ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്